എല്ലാവർക്കും നമസ്കാരം. കുമ്പിടിക്കോട്ട് ഗുരുവായൂർ കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ ഈ കുമ്പിടി എന്ന് ഉദ്ദേശിച്ചത് തൃശൂരിന്റെ എം പിയും ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരാണ് വോട്ട്. അതിനെ കളിയാക്കിക്കൊണ്ടാണ് അനിൽ അക്കരെ കുമ്പിടിക്കോട്ട് ഗുരുവായൂർ എന്ന് പറഞ്ഞത്. വേറൊരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ പേരറിയില്ല, കാരണം നേതാവ് എന്നൊക്കെയാണ് നമ്മളെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്നവരൊക്കെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ഒന്നും പേരാലോചിച്ച് വെക്കാൻ ഓർത്തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല. പറഞ്ഞത് കാറ് വാങ്ങാൻ നേരത്ത് സുരേഷ് ഗോപിക്ക് വോട്ട് പോണ്ടിച്ചേരിയിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പായപ്പോൾ വോട്ട് തൃശ്ശൂര്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ തിരുവനന്തപുരം, ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ഗുരുവായൂർ, അതും കുമ്പിടി എല്ലാ സ്ഥലത്തും എത്തുന്നു. ഇതാണ് രണ്ടുപേരുടെ, അനിൽ അക്കരയുടെയും വേറൊരു യൂത്ത് കോൺഗ്രസിന്റെ കൊടി പിടിച്ച് നടക്കുന്ന ഒരു നേതാവിന്റെയും കമന്റുകൾ. നല്ല കാര്യം, പ്രസ്താവനകൾ, കമന്റുകളല്ല പ്രസ്താവന, നല്ല കാര്യം. ആദ്യം ഈ പറഞ്ഞ രണ്ടുപേരോടും പറയാനുള്ളത്, നമ്മളുടെ ഭരണഘടന അനുസരിച്ച് ഒരു സ്ഥലത്ത് 6 മാസം സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം എന്ന കാര്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നിയമപരമല്ലാത്ത ഒരു ഇതും സുരേഷ് ഗോപി ചെയ്തിട്ടില്ല. നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നത്. ഇനി ഒരേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ പോയിട്ട് സുരേഷ് ഗോപി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറഞ്ഞ് മുന്നോട്ട് വരാം. അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, 2 മണ്ഡലങ്ങളിൽ പോയിട്ട് സുരേഷ് ഗോപി വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, നിങ്ങൾക്ക് പറയാം, എല്ലാം ഉണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ഒരിടത്ത് 6 മാസം താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ആ അവകാശം തന്നെയാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളൂ. അതിനെ നിങ്ങളിങ്ങനെ കുമ്പിടി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ഈ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാങ്ങയുള്ള മാവിലേക്ക് കല്ലെറിയുള്ളൂ, മാങ്ങയില്ലാത്ത മാവിലേക്ക് ആരും കല്ലെറിയില്ല. കാരണം നിങ്ങൾക്ക് ഇടതിനും വലതിനും സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയെ ഭയങ്കര പേടിയാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഇവിടത്തെ ചില ചാനലുകളും ഇടതുപക്ഷവും വലതുപക്ഷവും സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെ നടക്കുന്നത്. ഇന്ന് സുരേഷ് ഗോപി ഏത് ഡ്രസ്സാ ധരിക്കണേ, എവിടെ കയറി ചായ കുടിക്കണേ, ഏത് ചായയാണ് കുടിക്കണേ, എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കണത്, ആരാണ് ഭക്ഷണം കൊടുക്കണത്, ഏത് കൈ കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്, ഏത് കൈ കൊണ്ടാണ് അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കണത്, ഏത് ടോയ്ലറ്റാണ് യൂസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കി പിന്നാലെ നടക്കണത് ഇതുകൊണ്ടാണ്. കാരണം മാങ്ങയുള്ള മാവിലേക്ക് കല്ലെറിയുള്ളൂ. ബാക്കി ഇവിടെ നിന്ന് 19 എംപിമാര് വേറെയുണ്ട്, അവരുടെ പിന്നാലെ ഒന്നും ആരും നടക്കണില്ലല്ലോ. കാരണം ആ മാവുകളിലൊന്നും മാങ്ങയില്ല, അതുകൊണ്ടാണ് ആരും നടക്കാത്തത്. ഇനി ഈ പറഞ്ഞ 2 മഹാന്മാരോടും വേറൊരു കാര്യം കൂടി അങ്ങോട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾ സുരേഷ് ഗോപിയെ കുമ്പിടി അവിടെ ഓട്ടെ ഇവിടെ ഓട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. സുരേഷ് ഗോപി അടക്കം കേരളത്തിൽ നിന്ന് 20 എംപിമാര് ജയിച്ചു പോയിട്ടുണ്ട്. അതിൽ 18 UDFന്റെയും 1 LDFന്റെയും CPMന്റെ, അങ്ങനെ 20 എംപിമാരാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയിരിക്കുന്നത്. അതില് എത്ര എംപിമാര് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് പൊതുജനങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ട്? എത്ര എംപിമാര് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് ജനങ്ങൾക്ക് സഹായം ചെയ്യണം? ഒരു എംപിമാരുടെ പേരും, ബാക്കിയുള്ള 19 എംപിമാരില് ഒരു എംപിമാരുടെ പേര് പറയാൻ നിങ്ങൾക്ക് പറ്റൂ? ഒരു എംപിയുടെ പേര് പറയാൻ പറ്റൂ? സാധിക്കില്ല. അതേപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വയ്ക്കുമ്പോൾ ഇവരൊക്കെ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ ഒക്കെ കയ്യിലുള്ള ആസ്തി, എത്ര മുതലുണ്ട്, എത്ര പണമുണ്ട്, ബാങ്കിൽ എത്ര ഡിപ്പോസിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ എടുക്കുക. 18 UDFന്റെയും 1 LDFന്റെയും എടുക്കുക. എന്നിട്ട്
ഇപ്പം അവരുടെ ആസ്തിയൊക്കെ എത്ര ഉണ്ടെന്നൊന്ന് നോക്കിയിട്ട് അതും കൂടി ഒന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട് ഈ അനിൽ അഖരയും അതുപോലെ തന്നെ വേറൊരാളും ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരറിയില്ല, ഇവരെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ജയിച്ച 19 സുരേഷ് ഗോപി അടക്കം 20, അതിൽ 19 പേര്, 18 പേര് UDFന്റെയും 1 LDFന്റെയും. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കേരള എക്സ്പ്രസ്സിൽ ന്യൂഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിന് പോകുമ്പോൾ നമ്മളെ വളയാറിലെ ഒരു ചെറിയൊരു പാലമുണ്ട്. ആ ട്രെയിൻ, ആ പാലം കടന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്നാണ്. അങ്ങനെ ഈ 19 MPമാരുടെയും ആസ്തി ഒന്ന് നമുക്ക് പരിശോധിച്ചാലോ? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? സാധിക്കില്ല. വെറുതെ നിങ്ങൾ സുരേഷ് ഗോപിയുടെ പിന്നാലെ മാത്രം നടന്നിട്ട് കാര്യമില്ല. ബാക്കി 19 പേരും കൂടി ഉണ്ട്. അവരൊക്കെ എന്തൊക്കെ ചെയ്യണോ എന്നും കൂടി ഒന്ന് നോക്ക്. അതിനൊന്നും ചെയ്യണില്ലല്ലോ. ആകെ തന്നെ ഒരു MPയുടെ ഞാനിപ്പോൾ അടുത്തൊരു പോസ്റ്റ് കണ്ടത്, ഏതോ മെമു ട്രെയിനിൽ 12 കോച്ചാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു MPയുടെ പോസ്റ്റ് കുറെ കാലം കൂടിയിട്ട് കാണുന്നത്. വേറൊരു MPയുടെ പോസ്റ്റ് ഇതിന്റെ ഇടയിൽ കണ്ട്, ഏതൊരു ട്രെയിനിന് ഇന്നടുത്ത് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്, അതാ ഈ MPയുടെ കഴിവുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഉണ്ട്. അതേ ഉള്ളൂ. ഈ 19 MPമാരുടെയും പേരും പത്രങ്ങളിൽ വരുന്നത് ഇങ്ങനെ ഏതെങ്കിലും ട്രെയിനിന് എവിടെയെങ്കിലും സ്റ്റോപ്പ് അനുവദിച്ചു എന്നുള്ള ഇതേ വരണുള്ളൂ, വേറെ ഒന്നും കൊടുക്കാനില്ല. എന്നാൽ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര ആവലാതിയാണ്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കൊണ്ടും ജനങ്ങളിൽ സാധാരണക്കാരായ ഒരാളായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് LDFനും UDFനും ഭയങ്കര പേടിയാണ് സുരേഷ് ഗോപിയെ. അതുകൊണ്ടാണ് നിങ്ങൾ സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെ നടക്കണത്. ഒരു പേടിയില്ലെങ്കിൽ നിങ്ങൾ പിന്നാലെ നടക്കില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. എവിടെയെങ്കിലും പോട്ടെ, എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് എന്താ വിഷയം എന്ന് വെച്ചോണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യില്ല. കാരണം ഇത് പേടിയാണ് സുരേഷ് ഗോപിയെ. അതുകൊണ്ടാണ് നിങ്ങൾ സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെ വിടാതെ നടക്കുന്നത്. അതിന് കുറെ മാധ്യമങ്ങളും കൂട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും കുമ്പിടി എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ കളിയാക്കണവര് ആദ്യം ഇത് മാത്രം മനസ്സിലാക്കുക. 6 മാസം ഒരിടത്ത് സ്ഥിരതാമസമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. അത് മാത്രമേ സുരേഷ് ഗോപി ചെയ്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഈ